പവർ ഓഫ് തോട്ട്, തോട്ട്സിന്റെ ചിന്തകളുടെ ശക്തി എന്നുള്ളതാണ് ടോപ്പിക്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു 10-40,000 മുകളിൽ ചിന്തകളിലൂടെ ഓരോ ദിവസവും, 40,000 മുകളിലാണ്, 70,000, അങ്ങനെ 80,000, അത്രത്തോളം ഒരു പ്രത്യേക കണക്കൊന്നുമില്ല. ഒരുപാട് ചിന്തകളിലൂടെ നമ്മൾ പോകുന്നുണ്ട്. 40,000 70,000 ഒക്കെ ഇടയിലുള്ള ഒരു ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ചിന്തകള് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലൈഫിനെ തീരുമാനിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ചിന്തകളിലൊന്നും നമ്മൾ അവെയർ അല്ല. ഈ അവെയർ അല്ലാത്ത ഒരു പിടി ചിന്തകളുമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചിന്തകളാണ് എന്ത്, നമ്മളെ ഏഹ്, നമ്മളുടെ എന്താണോ നമ്മുടെ ചിന്ത അതാണ് നമ്മളെന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ ചിന്തകളുടെ പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത്. നമ്മൾ എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും ഈ ചിന്തയെക്കുറിച്ചൊന്നും അവെയർ അല്ലാത്ത ഒരു ലൈഫ് ഉണ്ടായിരുന്നു എനിക്കൊക്കെ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മറ്റുള്ളവരൊക്കെ ബ്ലെയിം ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കാത്ത ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഒന്നിനെ കുറിച്ചും അവെയർ അല്ല. പക്ഷെ ഈ ഒരു ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, അങ്ങനെയുള്ള ഒരുപാട് റിയലൈസേഷൻസ് വന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു കാര്യം, ഒരു ബിൽഡിങ് വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ആദ്യം ഉണ്ടാവുന്നത് എവിടെയാണ്, നമ്മുടെ ചിന്തകളിലാണ്. ആദ്യം നമ്മൾ തീരുമാനിക്കുന്നു എനിക്കൊരു വീട് വേണം എന്ന് ഞാൻ തീരുമാനിക്കുന്നിടത്ത് നിന്നാണ് എന്ത്, ആ ഒരു വീട് റെഡി ആയിട്ട് വരുന്നത്. അപ്പോൾ ഏതൊരു കാര്യം ഉണ്ടാവുന്നത്, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും, ഏതൊരു കാര്യം ഉണ്ടാവുന്നുണ്ടെങ്കിലും അത് ആദ്യം ഉണ്ടാവുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിന്റെ ഉള്ളിലാണ്. ഇപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റി ആണെങ്കിലും, ഈവൻ ഈ ലാപ്ടോപ്പ് ആണെങ്കിലും, ഇപ്പൊ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു സൂം ആണെങ്കിലും, എന്താണെങ്കിലും, ഈ ലോകത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ മനുഷ്യന് റബ്ബ് കൊടുത്തിട്ടുള്ള ആ ഒരു ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പിടി കാര്യങ്ങളാണ് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ നമ്മളെ പോലെയുള്ള ഓരോ മനുഷ്യരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ചിന്തകൾക്കും അവരുടെ ചിന്തകൾക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട്. എന്താണ് അവരുടെ വൈബ്രേഷൻ? നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയും നമ്മളുടെ ഊർജവും ബുദ്ധിയും ഒക്കെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എത്രത്തോളം ഹൈ എനർജറ്റിക് ആണോ, നമ്മുടെ ഊർജ്ജതലം എത്രത്തോളം എനർജറ്റിക് ആണോ, അതിനനുസരിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, അല്ലെങ്കിൽ അവരുടെ കുറവുകൾ, സ്വന്തം ആയിട്ടുള്ള ന്യൂനതകൾ, ഓ ഞാൻ അത്ര പോരാ, എനിക്ക് ഇങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് ബിലീഫ്സ് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ഇത്രയും പവറുള്ള ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു ചിന്ത എന്ന് പറയുന്ന ഊർജം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് ഇങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു മനുഷ്യന് അവന്റെ സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തണമെങ്കിൽ, സ്വന്തം കുട്ടിയെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, അതുപോലെ എന്ത് കാര്യം സംഭവിക്കണം, നെഗറ്റീവായിട്ട് എന്ത് കാര്യം സംഭവിക്കണമെങ്കിലും ഈ ഒരു ചിന്ത തന്നെ മതി. ഒരു നിമിഷത്തെ ഒരു ദൗർബല്യത്തിന്റെ ഒരു ചിന്ത മതി അവന്റെ ജീവിതം അവസാനിക്കാൻ, അല്ലേ? ഓ എനിക്കിതൊന്നും പറ്റുള്ളൂ, ചിലപ്പോൾ ഒരു വലിയൊരു പ്രയാസം വരുമ്പോഴായിരിക്കും എനിക്ക് ജീവിതം ഒന്നും പറ്റുന്നില്ല എന്ന് തീരുമാനിക്കാൻ. ഇല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു ഇഷ്യൂ വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു സമയത്ത് ഒരു സഡൻ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും, ഇത് പറ്റില്ല, എനിക്ക് പറ്റില്ല എന്നുള്ള ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ, അവിടെ ഡൈവോഴ്സിലേക്ക് എത്താൻ. അപ്പൊ വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു വാക്കുകൊണ്ട് ചേർന്ന, ഒരിക്കലും എന്താ പറയാ, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകുന്ന ഒരു ബന്ധമാണ് വിവാഹബന്ധം. അപ്പോൾ ഈ ഒരു വിവാഹ ബന്ധത്തിൽ നിന്ന് വേർപിരിക്കാനും എന്ത് മതി, ഒരു വാക്ക് 2-3 തവണ ആവർത്തിച്ച്, അല്ലെങ്കിൽ 3 തലാക്കും ചൊല്ലി എന്ന് പറഞ്ഞാൽ അതോടുകൂടി ആ ഒരു ബന്ധം അവസാനിച്ചു, അല്ലേ? അപ്പോൾ അത്രയും അത് എന്താണ്, അള്ളാഹുവിന്റെ അർഷിനെ വിറപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ മനുഷ്യന്മാരുടെ ഒരു സമയത്ത് ദൗർബല്യം കൊണ്ടും അവരുടെ മനസ്സിലോ എനിക്കിതൊന്നും കഴിയുന്നില്ല എന്നുള്ള ചിന്തകൾ കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓരോ ആക്ഷൻസ് എടുത്ത് അത് ഇതായി പോകുന്നത്. അപ്പൊ നമ്മളുടെ അതുപോലെ ഓരോ ആളുകള്, ഇപ്പൊ ഞാന് കുറെ മുന്നേ ഒരു വീഡിയോ കണ്ടത് ഓർക്കുന്നു. ഒരാൾക്ക് മരിക്കണമെന്ന അതിയായ മോഹം, ഈ മരിക്കണമെന്ന അതിയായ മോഹമുള്ള ഈ മനുഷ്യൻ ഒരു വലിയ കുറെ ഉയരത്തിലുള്ള, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു വലിയ ഉയരമുള്ള
ഒരു ബ്രിഡ്ജിന്റെ സൈഡിൽ നിൽക്കുക, ഇയാൾക്ക് ചാടാൻ വേണ്ടിയിട്ട്. അപ്പൊ താഴെ പോലീസ് കാര്യങ്ങൾ ഇത് ഇയാൾ ചാടുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് പോലീസ് അതുപോലെ എല്ലാവരും വല വിരിച്ചിട്ട് നിൽക്കുക ഇയാളെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ചാടുമ്പോൾ. അപ്പൊ ഇയാള് എന്ത് ചെയ്യാ, കുറച്ചിങ്ങനെ നടന്നു പോകും. എന്നിട്ട് നമ്മൾ അതിന്റെ കൂടെ ഈ വലയായിട്ട് പോലീസുകാർ എന്ത് ചെയ്യും, വലയായിട്ട് ഇങ്ങനെ വരും ഇയാളെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇയാൾ വീണ്ടും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വീണ്ടും ഒരൊറ്റ ചാട്ടം ചാടുക, കാരണം എങ്ങനെയെങ്കിലും ഇയാൾക്ക് മരിക്കണം. ഇനിയിപ്പോ ജീവിക്കണ്ടെന്ന് ഇയാൾ തീരുമാനിച്ചപ്പോ ഒരുപാട് ജനങ്ങൾ എന്ത് ചെയ്ത്, ആ ജനങ്ങള് അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാളെ ശ്രമിച്ചിട്ടും ഇയാളുടെ ഒരു ഒറ്റ ചിന്ത, എന്താ, എനിക്ക് മരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് ഇയാൾ മരിച്ചു പോവുക. ഇതുപോലെ നമ്മൾ ഈ ഒരു ചിന്തയുടെ കാര്യം പറയുകയാണെങ്കിൽ ചില ആളുകൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. ക്യാൻസർ, ഇല്ലെങ്കിൽ മനുഷ്യന് പേടിയുള്ള ഇല്ലെങ്കിൽ ഓ ഇതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് പിന്നെ മനുഷ്യന്മാർ വിധി എഴുതുക, ആ തീർന്നു, പിന്നെ എന്തോ എനിക്കെന്തോ വലിയൊരു രോഗം. ഇനിയിപ്പോൾ ക്യാൻസർ അങ്ങനത്തെ വലിയ വലിയ രോഗങ്ങളൊന്നും അല്ല, ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ചെറിയൊരു രോഗം. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ പല്ലുവേദനയോ എന്തെങ്കിലും ഒരു സംഭവം, ഇല്ലെങ്കിൽ വയറിന് വേദന, അങ്ങനെ എന്തെങ്കിലും ഒരു രോഗം. ഈ ഒരു രോഗം വന്നാൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, റബ്ബേ ഇപ്പൊ എന്തായിരിക്കും വയറിന്റെ വേദന, ഇനിയിപ്പോ വയറ്റിൽ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അപ്പോൾ ഇനി വേറെ എന്തായിരിക്കും, എന്ത് സാധാരണയിൽ നിന്ന് എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യന്മാരുടെ ചിന്ത എങ്ങനെയായിരിക്കും പോകുന്നത്? ആ, ഇത് എന്തൊക്കെയോ അബ്നോർമൽ ആയിട്ട് ഇപ്പൊ ചെറിയ ഒരു ജലദോഷം ആണെങ്കിൽ ആ ജലദോഷം പോയി 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 ഒരു ആസ്മയിലേക്ക് എത്തും നമ്മുടെ ചിന്തകളിലൂടെ. ഇങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, മാനിഫെസ്റ്റ് ചെയ്തെടുക്കും. എവിടെയൊക്കെയോ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ചിലപ്പോൾ ഒരു പരിഗണന കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ വീട്ടമ്മമാർക്ക് ഒന്ന് അസുഖമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോഴെങ്കിലും ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയല്ലേ, അന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ എന്നൊക്കെ ഒന്ന് പറയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെയൊന്നും ചിലപ്പോൾ ആരും പറയില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ടൈമൊക്കെ ഒന്ന് എല്ലാ ദിവസവും എന്ത് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എത്ര മണിയാകുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യണം, കുറച്ച് സമയം, ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാത്ത ഒരു ദിവസം ഉണ്ടാവരുത്. ഇപ്പൊ ഈ ഒരു മണിക്കൂർ നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ ഒരു മണിക്കൂർ ഒരിക്കലും എൻ്റെ കൂടെ അല്ല നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. കാരണം ഞാൻ ഇതൊക്കെ സംസാരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിലൂടെ നിങ്ങൾ പോകുന്നുണ്ട്, ആ ആ ശരിയാണ് ഇങ്ങനെയൊക്കെ, ആ ശരി ഇപ്പൊന്നല്ല, നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മളെ തന്നെ ഒന്ന് അപ്രീസിയേറ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവുക. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെ ആഗ്രഹിക്കണ്ടോ അതൊക്കെ നമ്മുടെ സെൽഫിന്റെ നീഡാണ്. അത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ ആ സ്വന്തം ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം ഒരു നല്ലൊരു രസമുള്ള ഒരു കാര്യമാവും. നേരെ മറിച്ച് അവരൊന്ന് ഹഗ് ചെയ്തെങ്കില്, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് അവര് ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞെങ്കില്, ഇങ്ങനെ ഒരുപാട് ഈഗോ സെൻട്രിക് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടി പലതരത്തില് നമ്മളുടെ അടുത്ത് എന്ത് ചെയ്യും, പലതരത്തില് ഈഗോ സെൻട്രിക് ആയിട്ട് നമ്മുടെ അടുത്ത് ഇതാക്കും. അപ്പോൾ ഈ കുട്ടിക്ക് പല നീഡ് ഉണ്ടാവും, അവരെന്നെ ഒന്ന് ചേർത്ത് പിടിച്ചെങ്കിൽ, എന്നെ ഒന്ന് മനസ്സിലാക്കിയെങ്കിൽ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, അത് കണ്ടറിഞ്ഞിട്ട് നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിലെ കുട്ടി ആഗ്രഹിക്കുന്നത് അത് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയാല് ഓക്കെ ആകും, നമ്മളുടെ ആ ഒരു ഇന്നർ ചൈൽഡ് ഓക്കെ ആകും. അപ്പോൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഇത് ആഗ്രഹിക്കാൻ ചിലപ്പോൾ ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ ചെറിയൊരു അസുഖമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ, ഇല്ലെങ്കിൽ ഇതുപോലെ റിലേറ്റ് ചെയ്തിട്ടുള്ള പല സ്റ്റോറീസ് ആയിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുക. ഇപ്പോ പലതരത്തിലുള്ള സ്റ്റോറീസ് നമ്മൾ കേൾക്കാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ചെറിയൊരു വയറുവേദന വന്നു, ചെറിയൊരു തലവേദന വന്നു, എന്നിട്ട് വലിയ അസുഖങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ള സ്റ്റോറീസ് നമ്മൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സ്റ്റോറീസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കിടന്ന് കളിച്ചിട്ട് ഈ ഒരു രൂപത്തിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറി പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഇതാണ് ഇതിന്റെ റൂട്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ചിന്തകളിൽ നമ്മൾ അവെയർ ആവുക. ഈ ഒരു ചിന്തയ്ക്ക് ഇത്രത്തോളം പവർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കണ്ടിട്ടുണ്ട് ബറാക്ക് ഒബാമ അതുപോലെ ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല, നമ്മളിപ്പോ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ എലമെന്റ്സും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ മനുഷ്യന്റെ ചിന്തകൾ കൊണ്ടാണ്, അല്ലെ? ഓരോ മനുഷ്യന്റെ ചിന്തകളിലും വന്നിട്ടുള്ള ആ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് തുടങ്ങണം അല്ലെങ്കിൽ ക്ലാസ് നടത്തണം എന്നുള്ള ആ ഒരു കാര്യം പോലും നമ്മുടെ ചിന്തയിൽ നിന്ന് വന്നാണ് ഇങ്ങനെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യണം.
ഇതിങ്ങനെ പോണം, ഒരുപാട് പേരിലേക്ക് എത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ചിന്തയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും ആവശ്യമില്ലാത്ത ഇതിലേക്ക് നമ്മുടെ ഊർജമാണ് ശരിക്കും ചിന്ത. ആ ഒരു ഊർജത്തെ ഇല്ലാത്തതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവെയർ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഒരിക്കലും ഒരു മനുഷ്യനും എന്ത് ചെയ്യാൻ പറ്റൂല, പൂർണ്ണമായിട്ടും അവരുടെ തോട്ട്സിനെ ഫുള്ളായിട്ട് പോസിറ്റീവ് ഫുൾ പോസിറ്റീവ് ആ ഒരു രൂപത്തിൽ ഉണ്ടാവില്ല. പലതരത്തിലുള്ള ഇമോഷൻസിലൂടെയും ചിന്തകളിലൂടെയും പാസ് ചെയ്തു പോകും. മനുഷ്യന്മാരാകുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പാസ് ചെയ്ത് പോകുന്ന ആ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസില് തോട്ട്സില് അതിൽ കുറെ എത്ര സമയം നമ്മളുടെ അത് കളയുന്നുണ്ട് എന്നുള്ളതാണ്. ചില ആളുകളെ ഒരാളൊന്ന് വഴക്ക് പറഞ്ഞാല് ആ ഒരു മോർണിംഗ് മുതൽ പിന്നെ പിറ്റേ ദിവസം ഇല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം ഇത് തന്നെ ആയിരിക്കുള്ളൂ അവരുടെ ചിന്ത. ഇത് തന്നെ ചിന്തിച്ച് ഒരാള് ഇപ്പോ ഒരു ഭാര്യ ഒരു ഭർത്താവ് ഒരു തവണയായിരിക്കും ചീത്ത പറഞ്ഞിട്ടുണ്ടാവുക. ഇത് വീണ്ടും 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 ഇങ്ങനെ ഇട്ട് നമ്മൾ തന്നെ കേട്ടോണ്ടിരിക്കുക. ഭാര്യ ഭാര്യയുടെ അടുത്ത് ഭർത്താവ് ഒരു തവണ ചീത്ത പറഞ്ഞു, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഈ ഭാര്യ എന്ത് ചെയ്തോണ്ടിരിക്കുക, എന്നാലും എന്നെ അങ്ങനെ പറഞ്ഞില്ലേ, എന്നാലും എന്നെ അങ്ങനെ പറഞ്ഞില്ലേ, എന്തിനാ എന്നെ ഇങ്ങനെ പറയണേ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ, ഈ ഒരു രൂപത്തിൽ ഒരു ദിവസം മൊത്തം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ചിലപ്പോൾ ഒരാഴ്ച ഇങ്ങനെ ചിലപ്പോൾ മാസങ്ങളോളം കൊണ്ടു നടക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടു നടക്കുന്നില്ല, ഈ മാസങ്ങളെല്ലാം ഒരുപാട് അഴുകി 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 പഴകിയ ഒരുപാട് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള ചിന്തകളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്നും ഈ ലോകത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂല. ലാസ്റ്റ് നമ്മളുടെ ടൈം അവസാനിച്ച് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കൂടെ കരുതാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്നത് ഇതുപോലെയുള്ള മനുഷ്യന്മാരെ കുറിച്ച് ചിന്തിച്ചു വെച്ച, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്ത് ഇവരിങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് നമ്മൾ ചിന്തിച്ചു വെച്ച ഒരു പിടി ചിന്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ഈ ചിന്ത ഒരുപാട് അമൂല്യമാണ്. എനിക്ക് എൻ്റെ റബ്ബ് തന്നിട്ടുള്ള മറ്റു മൃഗങ്ങൾക്ക് ഒന്നും കൊടുക്കാത്ത വലിയൊരു ഗിഫ്റ്റാണ് ഇത്. ചിന്തിച്ച് ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഈ ഭൂമിയിലെ ഓരോ കാര്യങ്ങളും മനുഷ്യന് വേണ്ടിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. കാരണം എന്താ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനാണ്. നമ്മളെയൊക്കെ ഈ ഭൂമിയിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ അത്രത്തോളം എന്താണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഏറ്റവും അഹ്സനുൽ ഹുലുക്കായിട്ട് പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ കണ്ടില്ലേ, നിവർന്ന് 2 കാലിൽ നിന്ന് നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഏതാണ് മറ്റുള്ള മൃഗങ്ങളെ പോലെ അല്ല. പക്ഷെ ഒരു മനുഷ്യന് അവന്റെ ചിന്തകളിലൂടെ ഒരു എന്താ മലക്കിനോളം ഉയരാൻ വേണ്ടിയിട്ട് പറ്റും. മലക്കിനേക്കാൾ വലിയ നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്കറിയാം ഔലിയാക്കളൊക്കെ അവരുടെ ദർജ എങ്ങനെയാ ഉയർത്തുന്നത്, അവരുടെ ചിന്തകളിലൊക്കെ അത്രത്തോളം ആ ആ ഒരു റബ്ബന, ആ ഒരു അള്ളാഹ് എന്നുള്ള ഒരു ചിന്തയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ്, അവരുടെ നെഫ്സിനേക്കാളും കൂടുതലുള്ള ആ ഒരു സ്നേഹം, ഇതൊക്കെയാണ് അവരെ അങ്ങനെ ഉയർത്തിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഹൈ വൈബ്രേഷൻ, ഇപ്പൊ നമുക്ക് ഒന്നും അറിയണ്ട, ഒന്നും ചിന്തിക്കാനില്ല. ഇപ്പൊ നമുക്ക് ഈ വലിയ വലിയ പണ്ഡിതന്മാരെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, അവരിലേക്ക് എന്തോരം ആക്ഷേപങ്ങളാ വരുന്നത്, എത്രത്തോളം പരിഹാസങ്ങളാ വരുന്നത്. നമ്മുടെ എന്തോ എവിടേക്കെങ്കിലും ഒന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് നേതാക്കളുണ്ട്. ഏഹ് നല്ല നല്ല രാഷ്ട്രീയ പ്രവർത്തകരിലാണെങ്കിലും നല്ല നല്ല മനുഷ്യരുണ്ട്. ഈ നല്ല നല്ല മനുഷ്യര് ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഇവരിലേക്കൊക്കെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു നെവർ മൈൻഡ് ആയിട്ട്, ഇല്ലെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമില്ല. അതുക്കും മേളിലാണ് അവരുടെ എനർജി അവർ പോസ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിലും മേളിൽ എന്തൊക്കെയോ അവരിങ്ങനെ ഇപ്പോ പല ആക്ഷേപങ്ങളൊക്കെ വരുമ്പോൾ അവരവരുടേതായ ലോകത്ത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് സാമൂഹികമായിട്ടുള്ള സേവനത്തിലും കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കും. അല്ലാതെ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ ഇവർക്കൊന്നും ഇങ്ങനെ ചെയ്യണില്ല. രാഷ്ട്രീയക്കാര് ചിലപ്പോ കുറച്ച് സ്ഥാനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും കുറച്ചും കൂടി ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഒരു ആത്മീയ നേതാക്കന്മാരാവുമ്പോൾ അവര് അതിലും നിസ്വാർത്ഥരാണ്. അവര് സ്വാർത്ഥതയില്ലാതെ റബ്ബിന്റെ ആ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അവർക്ക് സേവനം ചെയ്യാനുള്ള എനർജി ഉണ്ട്. അപ്പോൾ അവരുടെ ചിന്തകൾ എന്താണ്, അത്രത്തോളം ഉയർന്ന വൈബ്രേഷനിലാണ് അവരുടെ ഊർജവും ബുദ്ധിയും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഒരു വീടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ചെറിയ ചെറിയ അസുഖങ്ങളുടെയും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളിലെ ചിന്തകളിലൊന്നും കുടുങ്ങിപ്പോകാതെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ചിന്തയാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. ഈ ചിന്തയിലൂടെയാണ് ഈ ലോകത്ത് എന്ത് കാര്യവും സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ചിന്തയാണ് ഞാനിങ്ങനെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത്.
റബ്ബ് എനിക്ക് തന്നിട്ടുള്ള വളരെ കുറഞ്ഞ കാലയളവ് ഞാൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചു പോകും. ഞാന് എൻ്റെ ജീവിതം ഇങ്ങനെ അങ്ങോട്ട് തീർന്നു പോകും. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുണ്ട്. എനിക്ക് നാളത്തെ ആ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് പല നന്മകൾ ചെയ്യണം. നമ്മളിപ്പോ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ നടത്തണമെന്നോ അതിനൊന്നും അല്ലെങ്കിലും വേറെ എന്താണ് ഒരു ഒരു നല്ലൊരു മനുഷ്യനായിട്ട് മറ്റുള്ളവർക്ക് ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഒരു നന്മ കൊടുക്കാന്, മറ്റുള്ള ആളുകളെയൊക്കെ ഒന്ന് നല്ല മനസ്സോടുകൂടി കാണാന്, ഇങ്ങനെയൊക്കെ ഒന്ന് പറ്റിയാല്, ആരോടും ഒരു വെറുപ്പില്ലാത്ത ഒരു ജീവിതം നമ്മൾക്ക് സൃഷ്ടിക്കാൻ വേണ്ടി പറ്റിയാല് ആ പറ്റുകയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പോരായ്മകൾ വരും. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് എപ്പോഴും പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇപ്പോ പല ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും, ജീവിതത്തെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ടാവും, നല്ല ചിന്തകൾ ചിന്തിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോ ഒന്ന് സ്റ്റക്കായി പോവാം, ചിലപ്പോ നമ്മൾ ഇമോഷണലി ചിലപ്പോ ഒന്ന് സംസാരിച്ച് പോവാം. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിച്ച് പോകുമ്പോ ആര് ആരെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ നമ്മളുടെ സംസാരത്തെ നോക്കിക്കാണുന്നു. അപ്പൊ ഞാനെന്താ ഇങ്ങനെ, എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഒന്നും, ഞാനെന്താ ഇപ്പോഴും ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മൾ ഒരുപാട് സെൽഫിനെ താഴ്ത്തി കളയുന്ന ചിന്തകളാണ്. ഒരിക്കലും നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഈ ഭൂമിയില് നമ്മളും കാരുണ്യം ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമുക്ക് ചിലപ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കാം, പലതരത്തിലുള്ള പോരായ്മകൾ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. ഒരുപാട് നേരം ചിലപ്പോൾ നെഗറ്റീവായിട്ട് പോകാം. ഓ, ഇന്നത്തെ ഒരു ദിവസം എത്ര നെഗറ്റീവായിട്ടാ പോയാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഇങ്ങനത്തെ ചിന്തകളൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ സെൽഫ് ലവിനെ കുറച്ച് കളയും. നമ്മളോട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ ജീവിതത്തിൽ സന്തോഷത്തിലാവണം. അപ്പൊ മാത്രമേ നമുക്ക് മറ്റുള്ള ആളുകളെയും സന്തോഷിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ. ഞാൻ പുറത്തു കൊടുക്കണം, അപ്പോഴാണ് മറ്റുള്ളവർക്കും എനിക്ക് പുറത്തു കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ഭാര്യയെ ഒരു ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഷൗട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഈ ഷൗട്ട് ചെയ്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, ഷൗട്ട് ചെയ്ത ഭർത്താവ് ഒരു തവണ ഷൗട്ട് ചെയ്തു, ഭാര്യ ഒരുപാട് വട്ടം ഇതിങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരുന്നു. ഈ ഒരു ഭാര്യ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നു, അതിന് എനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാം. കാരണം എന്റെ ഉള്ളിലെ വേദന തീരാതെ എനിക്ക് എങ്ങനെ എന്റെ ഭർത്താവിന് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? അപ്പൊ ആദ്യം തന്നെ ഈ ഭാര്യ എന്ത് ചെയ്യുക? ഈ ഭാര്യയ്ക്ക് തന്നെ പുറത്തു കൊടുക്കാം. ഞാൻ ഒരുപാട് വട്ടം എന്റെ ഭർത്താവ് ചിലപ്പോൾ എന്തെങ്കിലും കാര്യം കൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കും. എന്തായാലും ഇനി കാര്യം ഉണ്ടായാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു തവണ പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് വട്ടം ഞാൻ അതിങ്ങനെ ആലോചിച്ച് വിഷമിച്ചു. അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് പുറത്തു കൊടുക്കണം എന്ന് ആദ്യം പുറത്തു കൊടുത്തിട്ട് ഭർത്താവിന് പുറത്തു കൊടുക്കുമ്പോൾ നമുക്ക് ആ പുറത്തു കൊടുക്കൽ ഈസി ആവുക. ഇപ്പൊ നമ്മള് വിമാനത്തിലൊക്കെ സ്വന്തം ആദ്യം ജാക്കറ്റ് ഇട്ടിട്ട് വേണം അടുത്ത ആളെ രക്ഷിക്കാൻ പോകാൻ എന്നുള്ളത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി, അപ്പോൾ ഒരു ദിവസം ഫുള്ള് പോസിറ്റീവായിട്ടിരിക്കണം. അപ്പോൾ വരുന്ന ഒരു നെഗറ്റീവായ ചിന്ത, ഇല്ലെങ്കിൽ കുറെ സമയം എന്തൊക്കെയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കുറെ സമയം പോയി. ആ, ഇന്ന് എന്താണ് ഞാനിങ്ങനെ, എനിക്ക് ഇനിയും ഒന്നും മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തത്തെ ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്ത് പോവാതെ നമ്മൾ എപ്പോഴും നിനക്ക് ഞാനുണ്ട്, ആരില്ലെങ്കിലും ഞാനുണ്ട്, റബ്ബുണ്ട്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ട്. അവിടത്തേക്കുള്ള ആ ഒരു, നമ്മളെപ്പോഴും ആ ഒരു സ്വലാത്തിലേക്കും നിസ്കാരത്തിലേക്കും ഒക്കെ നമ്മളെ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കൃത്യമായ കണക്ഷനിലാണ് നമ്മളെ കറക്റ്റ് ട്യൂൺ ചെയ്ത് വെച്ചേക്കുക. ഇപ്പൊ ഒരു ഫോണ്, ആ ഒരു ഫോണ് അതിൽ കറക്റ്റ് വൈഫൈ കാര്യങ്ങളൊക്കെ സെറ്റ് ആയാലാണ് ഇതുപോലെ വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. നമുക്ക് ആരെങ്കിലും കോൾ ചെയ്യണമെന്ന് വിചാരിച്ചാലും അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും പറ്റില്ല. അപ്പോൾ അത് കറക്റ്റ് ഉള്ള ട്യൂണിംഗ് ആണ് നമ്മുടെ നിസ്കാരം. ആ ഒരു കണക്ഷൻ ഒന്ന് റെഡിയാക്കി എടുക്കുന്ന കാര്യമാണ് നമ്മുടെ നിസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ആർക്കും ഇപ്പോ എനിക്ക് പോലും ഞാൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ എനിക്ക് ചിലപ്പോൾ കൊണ്ടുനടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല, എൻ്റെ ഭർത്താവിന് പറ്റിക്കൊള്ളണമെന്നില്ല, എൻ്റെ മക്കൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോ നമ്മൾ മനുഷ്യരൊക്കെ തോറ്റു പോകുന്നിടത്ത് വിജയിക്കുന്ന ആളുകൾ ആണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അൺകണ്ടീഷണലായിട്ട് നമ്മൾ സ്നേഹിക്കുക. അപ്പോ ആ ഒരു സ്നേഹത്തിനൊന്നും പകരം വെക്കാനോ അല്ലെങ്കിൽ ഇതിലും കൂടുതൽ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ നമുക്ക് തോന്നാനില്ല. കാരണം അത്രമേലും നമ്മൾ സ്നേഹിക്കുകയാണ്.
നമ്മളെ ഓർത്തിട്ട് വഫാത്തിന്റെ സമയത്ത് പോലും നമ്മൾ ഓർക്കാണ്. അപ്പോ ആ ഒരു സ്നേഹം, ഈ സ്നേഹം എനിക്കിത് പോരാട്ടോ, എന്നെ കുറച്ചും കൂടി സ്നേഹിക്കണം എന്ന് പറയാനില്ല. അതുപോലെ ഉം. നമ്മൾ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല. അപ്പോൾ പല പോരായ്മകൾ ഇപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മളുടെ സ്നേഹത്തിലായാലും മറ്റുള്ളവരുടെ സ്നേഹത്തിലായാലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു പെർഫെക്റ്റ് ആയ ഒരു സ്നേഹം എവിടെ നിന്നും കിട്ടില്ല. ഈ റബ്ബിൽ നിന്നുള്ള സ്നേഹമാണെങ്കിലും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള സ്നേഹമാണെങ്കിലും ആ ആ ഒരു സ്നേഹമല്ലാതെ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന സ്നേഹങ്ങൾ ഉണ്ടാവില്ല. എന്നാ അതാണ് ഒരു പൂർണ്ണമായ സ്നേഹം. ഇപ്പൊ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ പല ആളുകളും പറയും, ഒരുപാട് ആളുകൾ പറയും എന്റെ നബി, എന്റെ നബി, എന്റെ നബി. എല്ലാവരും പറയുമ്പോൾ നമുക്ക് എന്താ സന്തോഷം. പിന്നെ അവരുടെ ഉം. നബിയാണ്, അവരുടെ നബിയാണ്, എന്റെ നബിയാണ്, നിന്റെ നബിയാണ്, എല്ലാവരുടെയും നബിയാണ്. അപ്പൊ നമുക്കതൊരു ഒരു സന്തോഷം. നേരെ മറിച്ച് നമ്മൾ സെൽഫിലേക്കോ ഇല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ വരുമ്പോ എന്റെ കുട്ടി, നിന്റെ കുട്ടി അങ്ങനെ കുട്ടികളെ കുറിച്ച് പറയുമ്പോ അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോ വേറൊരാൾ അത് എന്റെ എന്നൊക്കെ പറയുമ്പോ നമുക്ക് അവിടെ ഇഷ്ടപ്പെടാതെ വരും ചിലപ്പോഴൊക്കെ. അതും അത് എന്റെ അല്ലേ, ഇല്ലെങ്കിൽ അത് നിന്റെ ആവണം എങ്ങനെയെന്നുള്ള രീതിയിൽ ചിലപ്പോ തോന്നാം. അവിടെയൊക്കെ ഒരു ഈഗോ വരാം. ഇല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ചിലപ്പോൾ ഒരു ബിസിനസ് മോഡിലേക്ക് വരാം. സ്വാഭാവികമായിട്ട് അങ്ങനെ വരാം. ഞാൻ ഇത്ര സ്നേഹിക്കുന്നില്ലേ, എനിക്ക് എന്നെ തിരിച്ച് ഇത്ര സ്നേഹിക്കുന്നില്ലോ, ഞാൻ എത്ര നാളായി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, എനിക്കിതൊന്നും തിരിച്ചു കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെയുള്ള പല മോഡലിലേക്കും വരാം. പക്ഷെ ആ ഒരു കണക്ഷൻ നമ്മളുടെ ജീവിതത്തിലെ ആത്മീയമായ ഒരു കണക്ഷൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ട്യൂൺ ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ ഇപ്പോ റേഡിയോ ആണെങ്കിൽ അത് കറക്റ്റ് ഫ്രീക്വൻസിയിലാണ്. ഇപ്പൊ എന്തേ അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും, നല്ല സ്യൂട്ടായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നമ്മൾ ട്യൂൺ ചെയ്ത് വെക്കുക. ആ ഒരു കണക്ഷൻ അത് കറക്റ്റ് ആക്കുക. സ്വലാത്ത്, നിസ്കാരം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് മുന്നോട്ട് പോകുക. അവിടെ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. ആ ഒരു സ്നേഹത്തിൽ മാത്രമേ നമുക്ക് അതിന് പകരം വെക്കാൻ വേണ്ടി വേറെ ഒരു സ്നേഹവും ഇല്ല. അപ്പോൾ അതിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ആ അതിലേക്ക് ലയിച്ച് മുന്നോട്ട് പോവാം. ഇൻഷാ അല്ലാ നമുക്കൊക്കെ അങ്ങനെ ആ ഒരു സ്നേഹത്തിൽ ലയിക്കാനും റബ്ബ് തന്നിട്ടുള്ള ഓരോ എക്സ്പീരിയൻസ് ഉണ്ടാവും. ചിലപ്പോ പല ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. ഈ ടഫ് സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു പരീക്ഷണമാണ്. നമ്മുടെ ചുറ്റും ഇപ്പൊ റബ്ബ് നേരെ ഇറങ്ങി വന്നിട്ട് ഒരു ടഫ് സിറ്റുവേഷൻ നമുക്ക് തരൂല. നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നായിരിക്കും നമുക്ക് ഒരു ടഫ് സിറ്റുവേഷൻ തരിക. അപ്പൊ നമ്മള് ചുറ്റുമുള്ള ആളുകളെ ചിലപ്പോൾ ബ്ലെയിം ചെയ്തു, അവരെന്താ എന്നോട് അത്ര പരുക്കനായിട്ട് സംസാരിക്കണേ, അവരെന്താ ഇത്ര ഇങ്ങനെ, അങ്ങനത്തെ പല ചിന്തകളിലേക്ക് നമ്മൾ പോകും. പക്ഷെ അതൊരു വലിയ പരീക്ഷണമാണ്. ഇപ്പോ കുറെ ദിവസം മുന്നേ എന്താണ് ഏതോ ഒരു കോച്ചിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോ അതിൽ പറയുന്നുണ്ടായി ഫലസ്തീനിലെ മക്കളെ കുറിച്ച്, അവര് വിഷമിക്കുന്ന വേദനകളെ കുറിച്ച്. അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ടായി നമ്മളാണ് ശരിക്കും പരീക്ഷണത്തില്. കാരണം നമ്മുടെ ചുറ്റും ഇതുപോലെ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ സൗകര്യങ്ങളൊക്കെ മറന്നിട്ട് എന്ത് ചെയ്യാണ്, ഞാനിപ്പോഴും പ്രയാസത്തിലാണ്, ഞാനിപ്പോഴും ബുദ്ധിമുട്ടിലാണ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. പക്ഷെ അവരെത്ര ഫെയ്ത്തിലാണ്, അവര് കറക്റ്റ്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെത്ര ഫെയ്ത്തിലാണ് ഇപ്പോഴും. അവരുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ വീഡിയോകളിലൂടെ കാണുമ്പോൾ മനസ്സിലാവും അവരെത്ര ഫെയ്ത്തിലാണ്. നമുക്ക് ആർക്കെങ്കിലും ഒരു ഒരു ദിവസത്തെ അല്ല, ഒരു നേരത്തെ ഭക്ഷണം ഒന്ന് ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ നോമ്പല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിശക്കും. നോമ്പിൽ നമുക്ക് കുറച്ചൊരു സറണ്ടർ ആണ് നമ്മുടെ ശരീരമൊക്കെ. അപ്പോൾ നോമ്പല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു നേരമൊക്കെ ഒന്ന് വിശപ്പോട് കൂടിയിട്ട് ഒന്ന് നിസ്കരിക്കാനോ ഇല്ലെങ്കിൽ അതിനൊന്നും ശരീരം അനുവദിക്കില്ല ശരിക്കും പറഞ്ഞാല്. അപ്പോ ശരിക്കും നമ്മളാണ് പരീക്ഷണത്തില്. കാരണം ഈ ചിന്തകൾ, ആവശ്യമില്ലാത്ത ചിന്തകളിലൂടെ പോവാതെ നമ്മള് പ്രൊട്ടക്ട് ചെയ്ത് എപ്പോഴും വെക്കണം. അതിനു വേണ്ടിയിട്ട് ആ ചിന്തകൾക്ക് ഇത്ര പവർ ഉണ്ട്. എന്റെ ചിന്തകൾ പോലെയുള്ള ഓ, പല കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുള്ള മനുഷ്യരുടെ ചിന്തകളും അങ്ങനത്തെ ചിന്തകളാണ്. അപ്പൊ ഈ ചിന്തകൾ കൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ആവശ്യമില്ലാത്ത നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് പോകുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നല്ല നല്ല കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുക. ആ ഒരു കണക്ഷനൊക്കെ ഒന്ന് കറക്റ്റ് ആക്കുക. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല പോഡ്കാസ്റ്റിലൂടെയും അതുപോലെ നമ്മുടെ ജീവിതത്തെ ബെറ്റർ ആക്കുന്ന കാര്യങ്ങളിലൂടെ പോവാം. നമുക്ക് പല ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആ ആഗ്രഹങ്ങളിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അങ്ങനെ സമയം കണ്ടെത്തിയിട്ട് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ലൈഫിനെ ഒന്ന് ബെറ്റർ ആക്കി പോവുക. നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒരു സയന്റിസ്റ്റ് ആവണം അതിനൊന്നും ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലൈഫിൽ നിന്നൊക്കെ നമുക്കൊന്ന് മാറണ്ടേ.
ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്കും വിഷമിക്കുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് മാറണ്ടേ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഈ തോട്ട്സ് ഒക്കെ ഒന്ന് പോസിറ്റീവ് ആക്കി നമ്മളുടെ എനർജി ഒന്ന് ഉയർത്തി വെക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെസ്റ്റ് ആവാൻ വേണ്ടി പറ്റും ഇൻഷാല്ല. അപ്പോ മുസ്സിന എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ ഞാൻ പറഞ്ഞെടുത്ത്? വേറെ ഞാൻ ഇതുവരെ കേൾക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് ഒരു നെഗറ്റീവ് വരുമ്പോൾ ആദ്യം ആ സ്പോട്ടിൽ നമ്മൾക്ക് തന്നെ പുറത്ത് കൊടുക്കുക എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുകയാണ്. അവർക്ക് പുറത്ത് കൊടുക്കുക എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ആ ഒരു കാര്യത്തിൽ നമ്മള് മാപ്പ് അർഹിക്കുന്നുണ്ട് എന്നുള്ളത് അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ ഇൻഷാല്ല. താങ്ക് യു മാം. അതെനിക്ക് കിട്ടാത്തൊരു കാര്യമാണ്. ആ ഒരു സ്പോട്ടില്ലേ നമ്മളോട് പുറത്ത് കൊടുക്കണം എന്നുള്ളത് ഞാൻ കേട്ടിരിക്കണു. പക്ഷെ അങ്ങനെ ഒരു നെഗറ്റീവ് നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ സമയത്ത് തന്നെ നമുക്ക് നമ്മളോട് പുറത്ത് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ നമ്മളെ ഇന്നർ ചൈൽഡ് അങ്ങനെ ഒരു കാര്യം അർഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഫസ്റ്റ് ടൈം കിട്ടുകയാണ്. ഓക്കെ ഇൻഷാല്ല. മൊത്തത്തില് എങ്ങനെയായിരുന്നു ക്ലാസ് എന്നുള്ള എക്സ്പീരിയൻസ്? നന്നായിരുന്നു. കാരണം എന്താണെന്നറിയോ, ഡെയിലി ലൈഫിൽ നമുക്ക് വരുന്ന തോട്ട്സിനെ ഡെയിലി ലൈഫിൽ നമുക്ക് വരുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ലൈഫിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഇൻഷാല്ല. നല്ല രീതിയിലാണ്. വേറെ ഉള്ളടത്തുനിന്ന് കിട്ടുന്നേക്കാട്ടിലും ഡെയിലി ലൈഫിലെ എക്സാമ്പിൾസ് വെച്ചിട്ട് പറയുമ്പോൾ നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഇൻഷാല്ല. എന്തായാലും നമുക്ക് നമ്മൾ ഒരു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ല. അപ്പൊ അതിലൂടെയൊക്കെ മുന്നോട്ട് പോവാനും ഒരുപാട് പേരിലേക്ക് നമ്മുടെ ഈ ഒരു സംസാരങ്ങൾ എത്താനും ഒരുപാട് പേർക്ക് എന്താ ഒരു വഴിത്തിരിവാവാനും നമ്മളുടെയൊക്കെ ഈ ഒരു സംസാരം കൊണ്ട് കാരണമാക്കി തരട്ടെ ഇൻഷാല്ല. അപ്പൊ നമുക്ക് എന്നാലും വൈൻഡപ്പ് ചെയ്യാം. ആ, ശരി. ഓക്കെ.